ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ദിനം സന്തോഷകരമാകട്ടെ, സൗഖ്യകരമാകട്ടെ, അനുഭവങ്ങളും അനുഭൂതികളും നമ്മേവരെയും നയിക്കുമാറാകട്ടെ. ജീവന്റെ ലക്ഷണം എന്താണ്? ആ ജീവന്റെ ലക്ഷണം, ജീവനെ കൃത്യമായിട്ട് നിലനിർത്തുന്നത് എന്താണ്? ഈ വഴിയിലൂടെ നമ്മളൊന്ന് യാത്ര ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോ അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. പറയുന്നത് ഇങ്ങനെയാണ് ഇവിടെ: എക്സസൈസ് ബൂസ്റ്റ് മെറ്റാബോളിസം, റിമൂവ്സ് വേസ്റ്റ് ആൻഡ് സ്പീഡ്സ് ബോഡി റിപ്പയർ. ജീവന്റെ പ്രാഥമിക ലക്ഷണമാണ് ചയാപചയം. ശരീര അധ്വാനമോ വ്യായാമമോ ചെയ്യുമ്പോൾ ചയാപചയം വർദ്ധിക്കുകയും ശരീരമാലിന്യങ്ങൾ പുറന്തള്ളുകയും അടുത്ത വിശ്രാന്തി ഘട്ടത്തിൽ ശരീരത്തിന്റെ പുനർനിർമ്മിതി ത്വരിതപ്പെടുകയും ചെയ്യും. ചയാപചയ പ്രതിസന്ധികൾ പരിഹരിക്കുവാനുള്ള ഏറ്റവും പ്രാഥമികമായ ചുവടാണ് വ്യായാമം. ജീവന്റെ പ്രഥമ ലക്ഷണമാണ് ചയാപചയം. ശരീര അധ്വാനമോ വ്യായാമമോ ചെയ്യുമ്പോൾ ചയാപചയം വർദ്ധിക്കുകയും ശരീരമാലിന്യങ്ങൾ പുറന്തള്ളപ്പെടുകയും അടുത്ത വിശ്രാന്തി ഘട്ടത്തിൽ ശരീരത്തിന്റെ പുനർനിർമ്മിതി ത്വരിതപ്പെടുകയും ചെയ്യും. ചയാപചയ പ്രതിസന്ധികൾ പരിഹരിക്കുവാനുള്ള ഏറ്റവും പ്രാഥമികമായ ചുവടാണ് വ്യായാമം. ഇതാണ് ചയാപചയം എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്. നമ്മളെല്ലാവരും സ്ഥിരം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പദമാണ് ചയാപചയം എന്ന് പറയുന്നത്. ജീവൻ ഉള്ള ഒരു വസ്തുവിന്റെ ഏറ്റവും പ്രഥമമായ ലക്ഷണം, ജീവൻ ഉണ്ടെന്ന് കാണിക്കുന്നതിന്റെ ഏറ്റവും പ്രഥമമായ ലക്ഷണമാണ് ഈ ചയാപചയം അല്ലെങ്കിൽ മെറ്റാബോളിക് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. എന്താണ് ഈ മെറ്റാബോളിസം അല്ലെങ്കിൽ ചയാപചയം എന്ന് പറയുന്നത്? വ്യവസ്ഥാ നിയമം അനുസരിച്ച് പറയുമ്പോൾ ഏതൊരു വ്യവസ്ഥയും നിലനിൽക്കുന്നത് അതിന്റെ പരിസരത്ത്, അതിന്റെ എൻവയോൺമെന്റിലാണ്. കുറച്ചുകൂടെ സ്ട്രക്ചേർഡ് ആയിട്ട് പറഞ്ഞാൽ ഒരു വലിയ നെസ്റ്റിന്റെ, കൂടിന്റെ അകത്ത് ഉള്ള ഒരു കൂടാണ് നമ്മൾ നിലവിൽ മനസ്സിലാക്കുന്ന ഏതൊരു വ്യവസ്ഥയും. എന്നുവെച്ചാൽ ഒരു വ്യവസ്ഥയ്ക്ക് പുറത്തൊരു കൂടുണ്ടാവും, അതിന്റെ അകത്ത് കുറെ കൂടുകൾ ഉണ്ടാവും. ഈ അകത്തുള്ള കൂടുകളെയാണ് നമ്മൾ അതിന്റെ ഘടകങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ എന്റെ ശരീരം എടുത്തു കഴിഞ്ഞാൽ എന്റെ അവയവങ്ങളൊക്കെ എന്റെ അകത്തുള്ള കൂടുകളാണ്. ഞാൻ എന്നുള്ളത് ഭൂമി എന്ന കൂടിന്റെ അകത്താണ് ജീവിക്കുന്നത്. അതിനിടയിലൊക്കെ പല കൂടുകളുണ്ട്. അതൊക്കെ തൽക്കാലം പെട്ടെന്ന് മനസ്സിലാവാനുള്ള രീതിയിൽ പറയാം. ഭൂമി എന്നൊരു വലിയ കൂടിന്റെ അകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഞാൻ എന്നുള്ളതിന്റെ അകത്താണ് എന്റെ അവയവങ്ങൾ ഉള്ളത്. അപ്പോ ഭൂമി എന്നുള്ളതാണ് എന്റെ പരിസരം. ഈ പരിസരത്ത് നിന്നും എന്റെ ശരീരമാകാൻ യോഗ്യമായ കാര്യങ്ങളെ എന്റെ ശരീരത്തിനകത്തുകൂടെ കടത്തിവിട്ടിട്ട് ശരീരത്തിൽ വേണ്ടുന്ന ഭേദഗതികൾ വരുത്തി ഭേദങ്ങൾ ഉണ്ടാക്കിയ ശേഷം ധർമ്മം കഴിഞ്ഞ ഘടകങ്ങളെ ശരീരത്തിൽ നിന്നും പുറന്തള്ളുക എന്നുള്ള ഒരു പ്രോസസ് ശരീരത്തിൽ നടക്കുന്നുണ്ട്. ഇത് ശരീരത്തിലെ അല്ലെങ്കിൽ ഒരു വ്യവസ്ഥയിലെ ഫ്ലോ പാറ്റേൺ അല്ലെങ്കിൽ ഒഴുക്കായ വിന്യാസം എന്നുള്ള പ്രതിഭാസമാണ്. അപ്പൊ ആ പ്രതിഭാസം സംഭവിക്കുന്ന സമയത്ത് പരിസരത്തു നിന്നും നമ്മൾ ഏത് കൂടിനാണോ ജീവിക്കുന്നത് ആ കൂടിൽ നിന്നും വേണ്ടുന്ന ഘടകങ്ങളെ, വേണ്ടുന്നതും വേണ്ടാത്തതുമായിട്ടുള്ള ഘടകങ്ങൾ, അവയുടെ ആകത്തുകയാണല്ലോ പരിസരത്തുണ്ടാവുക, അവയെ നാം സ്വീകരിച്ചുകൊണ്ട് ശരീരത്തിനകത്തുകൂടെ കടത്തിക്കൊണ്ടുപോയി പുറത്തേക്ക് മാലിന്യമായി തള്ളുന്നു. മാലിന്യം എന്ന് വെച്ചാൽ നമുക്കാണ് മാലിന്യം, അത് പുറത്ത് ചെല്ലുമ്പോൾ മാലിന്യമായിക്കൊള്ളണമെന്നില്ല. നമ്മളുടെ മാലിന്യം എന്നുള്ള രീതിയിൽ നമ്മൾ വെളിയിലേക്ക് തള്ളുന്നു. അത് വായുവിന്റെ രൂപത്തില്, വെള്ളത്തിന്റെ രൂപത്തില്, ഖരപദാർത്ഥങ്ങളുടെ രൂപത്തില് ഒക്കെ നമ്മുടെ അകത്തൂടെ ചെല്ലുന്നത്. ഇത് മാത്രമല്ല, അനുഭവങ്ങളുടെ, സ്ഥിതി വിവരങ്ങളുടെ, നിർദ്ദേശങ്ങളുടെ, സന്ദേശങ്ങളുടെ ഒക്കെ ഒഴുക്കുകൂടി ഇതിനൊപ്പം നടക്കുന്നുണ്ട്. എങ്കിലും ഭൗതികമായത് വെച്ചിട്ടാണ് നമ്മൾ പലപ്പോഴും കാര്യങ്ങളെ അറിയുന്നത് എന്നുള്ളത് കൊണ്ട് നമുക്ക് പ്രാഥമികമായിട്ട് ഭൗതിക വസ്തുക്കൾ, ഭൗതിക ഘടകങ്ങൾ എന്ന് പറയാം. ഈ ഭൗതിക ഘടകങ്ങൾ നമ്മുടെ ശരീരത്തിനകത്തൂടെ കടന്നു പോവുകയും ആവശ്യം കഴിഞ്ഞ ശേഷം ശരീരം അതിനെ പുറന്തള്ളുകയും ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ സാധാരണ രീതിയിൽ മെറ്റാബോളിസം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അത് കുറച്ചുകൂടെ നമ്മൾ അതിനെ സൂക്ഷ്മമായിട്ട് പോകുന്ന സമയത്ത് കോശങ്ങളിൽ ഉണ്ടാകുന്ന അഴിച്ചുപണി എന്ന് വെച്ചാൽ പുറത്തു നിന്നും ഘടകങ്ങളെ സ്വീകരിച്ചുകൊണ്ട് അവ അഴിച്ചുപണിഞ്ഞ് അവയുടെ പുനർനിർമ്മിതി നടത്തി ഇതിനു മുമ്പ് ഉപയോഗിച്ചിരുന്ന കോശങ്ങൾ, അതിന്റെ ധർമ്മം കഴിഞ്ഞ കോശങ്ങളെ പുറത്തേക്ക് തള്ളുക എന്ന് പറയുന്ന പ്രോസസ്സ്. കോശങ്ങളെ, ഘടകങ്ങളെ, സൂക്ഷ്മ ഘടകങ്ങളെ പുറത്തേക്ക് തള്ളുക എന്നുള്ളതാണ് മെറ്റാബോളിസം എന്ന് പറയുന്നത്. ഒരു ജീവി എന്നുള്ള രീതിയിൽ എടുക്കുമ്പോൾ ജീവിയുടെ മെറ്റാബോളിസം എന്ന് പറയുന്നത് ശ്വാസോച്ഛ്വാസം, വിസർജനം,
വിസർജൻ അല്ല ഭക്ഷണം കഴിച്ച് ദഹനം നടത്തി വിസർജനം നടത്തുക എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ മെറ്റാബോളിസം എന്നുള്ള ഒരു ഹോളിസ്റ്റിക് പ്രോസസ്സിന്റെ ഭാഗമായിട്ട് സംഭവിക്കുന്നതാണ്. അത് കോശങ്ങളിലും സംഭവിക്കുന്നുണ്ട്, കലകളിലും സംഭവിക്കുന്നുണ്ട്, ജീവികളിലും സംഭവിക്കുന്നുണ്ട്, ഈ വലിയ ഭൗമ സംവിധാനത്തിലും അത് സംഭവിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇതിന്റെ സാധാരണ രീതിയിൽ മെറ്റാബോളിസം എന്ന് പറയുന്നത് കോശങ്ങളുടെ ഘടകങ്ങളെ സ്വീകരിച്ച് അതിന്റെ പോഷകങ്ങളെ സ്വീകരിച്ച് പ്രോസസ് നടത്തി മാലിന്യങ്ങൾ ഒഴിവാക്കുന്നതിനെയാണ് സാധാരണ രീതിയിൽ മെറ്റാബോളിസം എന്ന് പറയുന്നത്. വ്യവസ്ഥാ നിയമപ്രകാരം ഇതിനെ ഒരു ഹോളായിട്ട് ഒരു ഹോളിസ്റ്റിക് പ്ലാറ്റ്ഫോമിൽ കാണേണ്ടതുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. ഇനി ഈ മെറ്റാബോളിസം എന്നുള്ള പ്രോസസ് നടക്കുമ്പോൾ ഇത് വെറുതെ കയറി ഒഴുകി പോകുന്നതല്ല. ഇപ്പൊ ഒരു നിശ്ചലമായ ഒരു ശരീരം, പ്രത്യേകിച്ച് ധർമ്മങ്ങളൊന്നും ഇല്ലാത്ത ശരീരം, ആ ശരീരത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ അവയവങ്ങൾ പ്രവർത്തിക്കുന്നില്ല, അല്ലെങ്കിൽ അതിന്റെ കോശങ്ങൾ ആപേക്ഷികമായി പ്രവർത്തിക്കുന്നില്ല, അത് വലിയ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ലെങ്കിൽ അതിന് തേയ്മാനം വരില്ല, അതിന് ചലനം വരില്ല, അതിന് ധർമ്മങ്ങൾ നിർവഹിക്കേണ്ടതില്ല. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഈ മെറ്റാബോളിസം ഇല്ലാതെ വരും, തീരെ ഇല്ല എന്നുള്ളൊരു അവസ്ഥ വരും. അങ്ങനെ ഒരു അവസ്ഥ നമ്മുടെ ശരീരത്തിന് ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടതുണ്ട്. കാരണം നമ്മൾ ഉറങ്ങുമ്പോഴും നമ്മുടെ കോശങ്ങളെല്ലാം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ തിയററ്റിക്കലി പറയുകയാണെങ്കിൽ ഒരു ജീവസത്ത ആക്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത്, പ്രവർത്തിക്കുന്ന സമയത്താണ് അതിന് പരിസരത്തിൽ നിന്നും വേണ്ടുന്ന ഘടകങ്ങൾ തന്നിലൂടെ കടത്തിവിടേണ്ടത്. പ്രവർത്തിക്കാത്ത സമയത്ത് അത് ആവശ്യമില്ല. ഒരു വ്യവസ്ഥയുടെ കാര്യമാണ്, ഒറ്റ വ്യവസ്ഥയുടെ. അപ്പൊ ഞാൻ എന്ന് പറയുന്ന ഒരു ജീവി, ഞാൻ പ്രവർത്തിക്കുന്ന സമയത്താണ്, എന്റെ ഉള്ളിൽ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്, ഞാൻ പ്രവർത്തിക്കുന്ന സമയത്താണ് എന്റെ പ്രവർത്തനത്തെ ചാലനം ചെയ്യാനുള്ള ഘടകങ്ങളെ ഞാൻ പരിസരത്ത് നിന്ന് സ്വീകരിക്കേണ്ടത്. ഇത് ഞാൻ വിശ്രമിക്കുന്ന സമയത്ത് എന്റെ ഉപവ്യവസ്ഥകൾ പ്രവർത്തിക്കുന്നുണ്ടാവും. ആ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട് അകത്ത് ചില ആക്ടിവിറ്റീസ് നടക്കും. അത് അടുത്ത ഘട്ടമാണ്, കൂടിന്റെ അടുത്ത ഘട്ടമാണ്. അങ്ങനെ അകത്തകത്തേക്ക് പോകുമ്പോൾ ഓരോ ഘട്ടങ്ങളിലായിട്ടാണ് ഇവ ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആകുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ഏറ്റവും ചെറിയ ഘട്ടത്തിൽ, കോശങ്ങളുടെ ഘട്ടത്തിൽ നടക്കുന്നതിനെയാണ് സാധാരണ രീതിയിൽ മെറ്റാബോളിസം എന്ന് പറയുന്നത്. അപ്പോ പരിസരത്ത് നിന്നുള്ള ഘടകങ്ങളെ ശരീരം പ്രവർത്തിക്കുന്ന സമയത്ത് തന്നിലൂടെ കടത്തിവിട്ട് തന്നിൽ ഭേദങ്ങൾ ഉണ്ടാക്കി, അതായത് മാറ്റങ്ങൾ ഉണ്ടാക്കി, അതിനെ വീണ്ടും തിരിച്ച് പരിസരത്തേക്ക് തന്നെ കടത്തിവിടുന്ന ആ പ്രോസസ്, അതാണ് മെറ്റാബോളിസം എന്ന് പറഞ്ഞു. അപ്പോ പ്രവൃത്തി ചെയ്യുമ്പോഴാണ് ഈ മെറ്റാബോളിസം എന്നുള്ളത് സംഭവിക്കുന്നത്. മെറ്റാബോളിസം എന്നുള്ളതാണ് ജീവന്റെ ലക്ഷണം എന്ന് നമ്മൾ പറഞ്ഞു. ഇപ്പൊ പ്രവൃത്തി ചെയ്യാത്തതാണെങ്കിൽ ഈ മെറ്റാബോളിക് ആക്ടിവിറ്റി നടക്കുമോ എന്ന് നോക്കിയാൽ നടന്നുകൊണ്ടിരിക്കും. കാരണം അകത്തെ പല ഘടകങ്ങളിലും മെറ്റാബോളിസം നടക്കുന്നത് കൊണ്ട് മെറ്റാബോളിസം എന്നുള്ള ആക്ടിവിറ്റി ഓണാണ്. ഇപ്പൊ ഉറങ്ങിക്കിടക്കുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാറില്ല. ഉറങ്ങിക്കിടക്കുമ്പോൾ നമ്മൾ ശ്വാസോച്ഛ്വാസം ചെയ്യുന്നത് അകത്തേക്ക് കൊടുക്കാൻ വേണ്ടിയാണ്. നമ്മുടെ ശ്വാസം വളരെ റെഗുലേറ്റഡ് ആയിരിക്കും. അപ്പോ മെറ്റാബോളിസം എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് വേണ്ടി വരുന്നത് പ്രവർത്തിക്കുമ്പോഴാണ്. അല്ലെങ്കിൽ മെറ്റാബോളിസം എന്നുള്ള പ്രവൃത്തി ഉയർന്നു നിൽക്കുന്നത് ശരീരം പ്രവർത്തിക്കുമ്പോഴാണ്. പ്രവർത്തനമില്ലാത്ത, അധിക പ്രവർത്തനങ്ങളൊന്നുമേ ഇല്ലാത്ത ഒരു ശരീരത്തിന്റെ മെറ്റാബോളിസം എന്നുള്ളതിന്റെ റേറ്റ് ആപേക്ഷികമായി വളരെ കുറവായിരിക്കും. അതായത് തിയററ്റിക്കലി പറയുകയാണെങ്കിൽ ആ ഒരു സത്തയ്ക്ക്, അതിന്റെ അകം വ്യവസ്ഥയുടെ കാര്യം വിടുക, ആ ഒരു സത്തയ്ക്ക് പ്രവർത്തിക്കാത്ത സമയത്ത് മെറ്റാബോളിസം നടക്കുന്നില്ല, അല്ലെങ്കിൽ നടക്കേണ്ടതില്ല. പക്ഷെ ഒരു ഹോളിസ്റ്റിക് വ്യവസ്ഥ എന്നുള്ള രീതിയിൽ ഇത് നടന്നുകൊണ്ടിരിക്കും. പക്ഷെ അതിന്റെ റേറ്റ് കുറവായിരിക്കും. ഇതെല്ലാം കൃത്യമായിട്ട് പ്രവർത്തിക്കാൻ പാകത്തിലുള്ള ഒരു സജ്ജീകരണമാണ് ഏതൊരു ജീവിയുടെയും ശരീരം. പക്ഷെ ശരീരം പ്രവർത്തിക്കുന്ന ഒരു ജീവി, ശരീരം പ്രവർത്തിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ജീവിക്ക് ഈ മെറ്റാബോളിസം എന്നുള്ള ആ ഒരു പ്രോസസ് കൃത്യമായിട്ട് നടക്കുന്നു, അതിന് ജീവൻ ഉണ്ടെന്നും നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ തന്നെ രൂപീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു ജീവിയാണ് ഞാൻ എന്റെ പ്രവർത്തനങ്ങൾ, എനിക്ക് കിട്ടുന്ന ധർമ്മങ്ങൾ, ഇപ്പൊ എന്റെ ഭക്ഷണം വേണമെങ്കിൽ ഞാൻ ഒന്നുകിൽ ഞാൻ നടക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഞാൻ വലിഞ്ഞു കയറേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഒരു ഭക്ഷ്യപദാർത്ഥം കിട്ടിയാൽ ആ പദാർത്ഥത്തെ പ്രോസസ് ചെയ്യാനായിട്ട് ഞാൻ എന്റെ ശരീരത്തെ ചലിപ്പിക്കേണ്ടതുണ്ട്. പക്ഷെ സാംസ്കാരികമായി ഉയർന്ന നമ്മൾ ഈ പ്രോസസ്സുകൾക്ക് പോകുന്നതിന് പകരം ഭക്ഷണമെല്ലാം നമ്മുടെ ഇച്ഛ കൊണ്ട് നമ്മുടെ മുന്നിലേക്ക് വരുത്തിയിട്ട് നമ്മൾ നമ്മുടെ ശരീരം കൊണ്ട് നടത്തേണ്ടുന്ന ആ ഒരു മൂവ്മെന്റ് ഉണ്ടല്ലോ, ആ മൂവ്മെന്റിനെ നമ്മൾ അങ്ങ് ഒഴിവാക്കും. നമ്മൾ ഇരിക്കുന്നിടത്ത് ഭക്ഷണം വന്നു ചേരും. അപ്പൊ സ്വാഭാവികമായിട്ടും ശരീരത്തിന് ആ ഭക്ഷണം സ്വീകരിക്കാൻ പാകത്തിലുള്ള പ്രവർത്തനം ചെയ്യാത്തത് കൊണ്ട് തന്നെ ആ പ്രവർത്തനത്തിന് വേണ്ടുന്നുള്ള യോഗ്യത, അല്ലെങ്കിൽ ഇങ്ങനെ കഴിക്കാൻ ആ ഭക്ഷണം നേടാനുള്ള യോഗ്യത ഇല്ലാതെയായിത്തീരും.
ഇത് തന്നെയാണ് മെറ്റാബോളിക് ഡിസോർഡർ എന്ന് പറയുന്ന പ്രോസസ്സിലേക്ക് നയിക്കുന്നത്. മെറ്റാബോളിക് ഡിസോർഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായ രീതിയിൽ വെളിയിൽ പരിസരത്ത് നിന്ന് ഘടകങ്ങളകത്തേക്ക് കയറുകയും ശരീരത്തിൽ പ്രവർത്തിക്കുകയും മാലിന്യങ്ങളെ പുറത്തേക്ക് തള്ളുകയും ചെയ്യുക എന്നുള്ളതാണെങ്കിൽ, ഈ പ്രവർത്തനം നടക്കാത്തൊരു ശരീരത്തിൽ എങ്ങനെയാണ് മെറ്റാബോളിക് ആക്ടിവിറ്റി കൃത്യമായി നടക്കുക എന്ന് വെച്ചാൽ മതിയായ അളവിൽ എങ്ങനെയാണ് നടക്കുക? മതിയായ അളവിൽ നടക്കാതാകുന്ന സമയത്ത് മെറ്റാബോളിക് ഡിസോർഡർ എന്നുള്ളൊരു അവസ്ഥ ഉണ്ടാവും. എന്താണ് മെറ്റാബോളിക് ഡിസോർഡർ എന്ന് പറയുന്നത്? ശരീരത്തിന്റെ സമഗ്രമായ ഈ പ്രവർത്തന സംവിധാനം പലയിടങ്ങളിലും മുടങ്ങിപ്പോകും, പലയിടങ്ങളിലും വഴിതെറ്റിപ്പോകും. അങ്ങനെ വരുന്ന സമയത്ത് അത് ശരീരത്തിന്റെ പലതരം അസ്വാഭാവിക പ്രവർത്തനങ്ങൾക്കും കാരണമാകും. ഈ അസ്വാഭാവികമായിട്ടുള്ള ശരീര പ്രവർത്തനങ്ങളാണ് പലപ്പോഴും നമ്മൾ രോഗങ്ങൾ എന്ന് പറയുന്നത്. രോഗങ്ങൾക്ക് കാരണമാകും. ഈ രോഗങ്ങൾ എന്ന് പറയുമ്പോൾ ഡയബറ്റീസ് പോലുള്ള രോഗങ്ങളൊക്കെ തന്നെ വരുന്നത് ഒരു മെറ്റാബോളിക് ഡിസോർഡർ ആയിട്ടാണ്. ഇതുപോലുള്ള മെറ്റാബോളിക് ഡിസോർഡറുകൾ ശരീരത്തിൽ ഉണ്ടാകുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് ശരിയായ രീതിയിൽ മറ്റു കാരണങ്ങളുണ്ട്, ഞാൻ അവയിലേക്ക് പിന്നീട് പോവാം. ഇപ്പൊ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അതിലെ പ്രധാന കാരണം, പ്രാഥമിക കാരണം എന്ന് പറയുന്നത് ശരീര അധ്വാനമോ വ്യായാമമോ ഇല്ലാത്തതാണ്. ശരീര അധ്വാനം ചെയ്യുന്ന സമയത്ത്, വ്യായാമം ചെയ്യുന്ന സമയത്ത് ചയാപചയം എന്നുള്ള പ്രോസസ്സ് വർദ്ധിക്കും. കാരണം ആ പ്രവർത്തനം ചെയ്യുവാൻ പാകത്തില് കോശങ്ങളെ ഉപയോഗിക്കും. കോശങ്ങൾ അവയിൽ പ്രവർത്തനത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് അവയ്ക്ക് തേയ്മാനം വരും, അവയിൽ ഊർജ വ്യയം വരും, അവയുടെ കൈമാറ്റങ്ങൾ വരും, എക്സ്ചേഞ്ചുകൾ, പലതരം വിനിമയങ്ങൾ വേണ്ടി വരും. ഇവയെല്ലാം നടക്കുന്ന സമയത്ത് ശരീരം ചലനാത്മകമാണ്. ശരീരം ചലനാത്മകമാകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവിടെ പോഷണങ്ങളെയും ഊർജത്തെയും ഒക്കെ നിരന്തരം എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒഴുക്ക്, നമ്മൾ മുമ്പേ പറഞ്ഞ ഫ്ലോ പാറ്റേൺ എന്നുള്ള ആ ഒഴുക്ക് കൃത്യമായിട്ട് സംഭവിക്കും. ആ ഒഴുക്ക് സംഭവിക്കുന്ന സമയത്ത് ഇപ്പുറത്തുള്ളത് ഒഴിഞ്ഞു പോയാൽ അപ്പുറത്തു നിന്നും വരിക എന്നുള്ളൊരു പ്രോസസ്സ് നടക്കും. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ശരീരം അതായത് അങ്ങനെ നടക്കാൻ സജ്ജീകരിക്കപ്പെട്ട ശരീരം പിന്നീട് ഈ പ്രവർത്തനത്തിന് ശേഷം വിശ്രാന്തിയിലേക്ക് പോകുന്ന സമയത്ത് പിന്നീട് തുടർന്ന് സ്വീകരിച്ച ഭക്ഷണവും ഭക്ഷണപദാർത്ഥങ്ങളും മറ്റ് പോഷകങ്ങളും ഒക്കെ ശരീരത്തിൽ കയറിയിട്ടുണ്ടാവുമല്ലോ. ഈ കയറിയിരിക്കുന്ന പോഷകങ്ങൾ അവയെ ഉപയോഗിച്ചുകൊണ്ട് ശരീരത്തിന്റെ കേടായ കോശങ്ങളെ മാറ്റി പുതിയ കോശങ്ങളെ സൃഷ്ടിച്ച് ശരീരത്തെ പുനർഘടന ചെയ്യും. ഇതെപ്പോഴാണ് സംഭവിക്കുക? പ്രവർത്തിക്കുമ്പോഴാണ് സംഭവിക്കുക, പ്രവർത്തിക്കുമ്പോഴല്ല സംഭവിക്കുക. ഇത് സംഭവിക്കുന്നത് വിശ്രാന്തിയുടെ സമയത്ത്, ഇതിനുശേഷം വിശ്രമിക്കുമ്പോഴാണ്. ഒരു പ്രവൃത്തി ചെയ്ത് വിശ്രമിച്ച് പിന്നെയും പ്രവൃത്തിയിലേക്ക് പോവുക എന്നുള്ളതാണ് സാധിക്കുക. അല്ല നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയും സ്ഥിരമായിട്ട് ഈ മറ്റേ ഓടുന്ന പറന്നുകൊണ്ടിരിക്കുന്ന ജെറ്റ് പ്ലെയിനിലേക്ക് വീണ്ടും വീണ്ടും ഇന്ധനം ആകാശത്ത് തന്നെ നിറച്ചിട്ട് നിർത്താതെ പറപ്പിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. അതുപോലെ ശരീരത്തെ കൊണ്ടുപോകാൻ കഴിയില്ല. പ്രവർത്തിച്ച് പിന്നീട് അത് വിശ്രമത്തിലേക്ക് പോയി റീകൂപ്പ് ചെയ്തിട്ട് വീണ്ടും പ്രവർത്തനത്തിലേക്ക് പോവുക എന്നുള്ള രീതിയിലുള്ള ഒരു ഗ്രാഫ് ആയിട്ട്, ഒരു സൈൻ വേവ് ആയിട്ടാണ്, ഒരു തരംഗ രൂപത്തിലാണ് ഇത് സംഭവിക്കുക. അപ്പോ ചയാപചയ പ്രവർത്തനം വർദ്ധിപ്പിക്കണമെങ്കിൽ അധ്വാനം അല്ലെങ്കിൽ വ്യായാമം ആവശ്യമാണ്. ഈ വ്യായാമം കഴിഞ്ഞതിന് ശേഷം പിന്നെ തുടർന്നു വരുന്ന, ഉടനെ തന്നെ വരുന്നു എന്നുള്ള അർത്ഥത്തിലല്ല, പിന്നെ വരുന്ന വിശ്രാന്തി ഘട്ടത്തിലാണ് ചയാപചയത്തിലൂടെ ശരീരത്തിലേക്ക് കയറിയ പോഷകങ്ങളും ഒക്കെ ശരീരത്തിന്റെ ഭാഗമാവുകയും ചയാപചയത്തിന്റെ മാലിന്യങ്ങൾ ആയിട്ടുള്ള ഘടകങ്ങൾ ശരീരത്തിൽ നിന്ന് പുറന്തള്ളുകയും ചെയ്യുന്നത്. അപ്പോ വ്യായാമവും വിശ്രാന്തിയും രണ്ടും ഒരേപോലെ തന്നെ ആവശ്യമാണ്. ഈ ചയാപചയ പ്രതിസന്ധികൾ എന്നുള്ളതിന്റെ ഇപ്പോ ഡയബറ്റിക്സ് പോലുള്ള അസുഖങ്ങളുടെ ആ പ്രതിസന്ധി, അസുഖം എന്ന് വെച്ചാൽ അതൊരു സ്റ്റേറ്റ് ആണ്, നമുക്കറിയാമല്ലോ. ആ അത്തരം സ്റ്റേറ്റുകൾ മാറ്റാനുള്ള ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ചുവടെന്ന് പറയുന്നത് വ്യായാമമാണ്, അല്ലെങ്കിൽ ശാരീരിക അധ്വാനമാണ്. ശാരീരിക അധ്വാനവും വ്യായാമവും കൃത്യമായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ശരീരത്തിന്റെ ചയാപചയം എന്നുള്ള പ്രോസസ് കൃത്യമായി വരും. ചയാപചയം കൃത്യമാകുന്ന സമയത്ത്, കൃത്യം എന്ന് വെച്ചാൽ 100% പെർഫെക്റ്റ് ആകുന്നുള്ള അർത്ഥത്തിലല്ല പറഞ്ഞു, അത് മെച്ചപ്പെട്ടു വരും, ത്വരിതപ്പെട്ടു വരും. അങ്ങനെ ത്വരിതപ്പെട്ടു വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും മെറ്റാബോളിക് ഡിസോർഡറുകൾ ഉണ്ടാക്കുന്ന മറ്റു പുലിവാലുകൾ, അസുഖങ്ങൾ, അസ്വസ്ഥതകൾ തുടങ്ങിയവയെല്ലാം പതുക്കെ അതിൽ നിന്നും മാറിപ്പോവുകയും ചെയ്യും. അപ്പോ മനസ്സിലാക്കുക, ശരീരത്തിന്റെ, ജീവനുള്ള ശരീരത്തിന്റെ പ്രഥമ ലക്ഷണമാണ് ചയാപചയം എന്ന് പറയുന്നത്. ആ ചയാപചയ പ്രക്രിയ കൃത്യമായിട്ട് സംഭവിക്കണമെങ്കിൽ നമുക്ക്
പ്രാഥമികമായി വേണ്ടത്. മറ്റു പലതും വേണ്ടതുണ്ട്. അതിൽ പ്രാഥമികമായിട്ട് വേണ്ടത് അധ്വാനമോ വ്യായാമമോ ആണ്. അതിനെ തുടർന്ന് വരുന്ന വിശ്രാന്തി ഘട്ടത്തിലാണ് ഈ ചയാപചയത്തിന്റെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യപ്പെടുക. അപ്പൊ നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ജീവിതത്തിൽ ഇത്തരം വ്യായാമങ്ങൾ, അധ്വാനങ്ങൾ ഉണ്ടാകുന്നുണ്ടോ എന്ന് ഒന്ന് പരിശോധിക്കുകയും നമ്മുടെ ശരീരത്തിൽ മെറ്റാബോളിക് ഡിസോർഡറുകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ നമ്മൾ ഈ വ്യായാമത്തിന്റെയും അധ്വാനത്തിന്റെയും കാര്യത്തിൽ എന്ത് കുറവാണ് വരുത്തിയിട്ടുള്ളത്, എന്ത് മെച്ചമാണ് വരുത്തേണ്ടത് എന്നതും നിങ്ങൾ സ്വയം പരിശോധിക്കുകയും അതിലേക്ക് തിരികെ വരികയും, അതായത് മെറ്റാബോളിസത്തെ സ്വാഭാവീകരിക്കുന്നതിന് വേണ്ടിയുള്ള ആ ഒരു പുനഃസ്ഥാപനം നിങ്ങളുടെ ജീവിതശൈലിയിൽ ഉണ്ടാക്കുകയും ചെയ്തുകൊണ്ട് അതിനെ അതിജീവിക്കുമെന്ന് പ്രത്യാശിക്കുന്നു. തുടർന്നുള്ള ചുവടുകൾ നമുക്ക് പിന്നീടുള്ള ദിവസങ്ങളിൽ നോക്കാം. അതുവരേക്കും നന്ദി, നമസ്കാരം. തുടർന്നു കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.